മനസ്സിലാക്കേണ്ടത് BJPക്കകത്ത് മോദിയെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം കൂടി. ഇതൊക്കെ RSS ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരെക്കാളും മോദിയെ സപ്പോർട്ടാണ് കൂടുതൽ BJP സപ്പോർട്ടിനേക്കാളും. അതായത് പാർട്ടിക്കകത്ത് മോദി എന്ന് പറയുന്നതാണ് വലിയ സംഭവം. ഇപ്പോഴത്തെ BJPയുടെ പ്രസിഡന്റ് അമിത്ഷായും മോദിയും പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ. അതായത് RSSും BJPയും തമ്മിലുള്ള BJPയും RSSും പ്രത്യേകിച്ച് മോദിയുമായിട്ടുള്ള ബന്ധം നല്ല പോലെ ഒലച്ചിലുണ്ടായി. അതിൻ്റെയാണ് സോഷ്യൽ മീഡിയയിൽ അധികവും. ഈ പറയുന്ന അർണബ് ഗോസ്വാമി അയാളെ കംപ്ലീറ്റ് ആയിട്ട് മോദി ഗവൺമെൻറ് വിഡ്രോ ചെയ്തു. കാരണം അവർ ബോയ്ക്കോട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ സുദർശൻ ചാനൽ, ഇതൊക്കെ മോദി ഗവൺമെൻറ്റിനെതിരെയും BJPക്കും യോഗിക്കെതിരെയും വരുമ്പോൾ മനസ്സിലാക്കണം, ഒരു ബാക്കപ്പ് ഇല്ലാതെ ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ മീഡിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആരാവല്ലി ഇഷ്യൂ ആണെങ്കിലും കുൽദീപ് സെങ്കറിൻ്റെ ഇഷ്യൂ ആണെങ്കിലും മറ്റേത് ഇഷ്യൂ എടുക്കുവാണെങ്കിലും മനസ്സിലാക്കൂ, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് അവർക്കൊരു ബാക്കപ്പ് വേണം. ഏതായാലും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഒരു RSSന്റെ സൃഷ്ടിയായിട്ട് തന്നെ വന്നു എന്നുള്ളത് വളരെ കൃത്യമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് RSS ലീഡേഴ്സ് ശക്തമായ രീതിയിൽ മോദി എതിർക്കുന്ന ബംഗ്ലാദേശ് ഇഷ്യൂ ആണെങ്കിലും മറ്റു പല ഇഷ്യൂ ആണെങ്കിലും. കാരണം ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് മോദിയെയും അഡാനിയെയും ഈ പറയുന്ന അവരുടെ ഒരു കോക്കസ് ലോബിയാണ്. ഒരു കാര്യം പറയാം, വേറെ ആരും ഇറക്കണ്ട, RSS തന്നെ മോദി ഇറക്കാനുള്ള പ്ലാനുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് അർണബാണെങ്കിലും സുദർശൻ ചാനലാണെങ്കിലും RSSന്റെ ഇൻ്റലക്ച്വൽസും സോഷ്യൽ മീഡിയയിൽ മോദിക്കെതിരെ ഇത്രയും അട്ടഹാസം മുഴക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്.